പോലീസ് ഉപദേഷ്ടാവിന്റെ നിയമനത്തിൽ പ്രതിരോധത്തിലായി സംസ്ഥാന സർക്കാർ. ഹേമചന്ദ്രനെ ഉപദേഷ്ടാവാക്കിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തീരുമാനത്തിന് അംഗീകാരം നൽകാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതേസമയം മുഖ്യമന്ത്രിയുടെ നീക്കത്തിൽ ചെന്നിത്തല അതൃപ്തിയും അറിയിച്ചു. നിയമന ഉത്തരവില്ലാതെ ഹേമചന്ദ്രന് ഔദ്യോഗിക സൗകര്യങ്ങൾ അനുവദിച്ചതിൽ സേനയിലും അതൃപ്തി പുകയുന്നു. മുൻ DGP ഹേമചന്ദ്രനെ പോലീസ് ഉപദേഷ്ടാവായി തീരുമാനിച്ചിട്ട് മാസങ്ങളായി. ഉത്തരവ് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ സുരക്ഷായോഗങ്ങളിലും ഭരണതല ചർച്ചകളിലും ഹേമചന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. ഔദ്യോഗിക ആനുകൂല്യങ്ങളും പോലീസ് വാഹനവും ഹേമചന്ദ്രന് നൽകുകയും ചെയ്തു. രഹസ്യാത്മകത സൂക്ഷിക്കേണ്ട പോലീസ് ഫയലുകളും ഹേമചന്ദ്രൻ പരിശോധിക്കുന്നുണ്ട്. ഉത്തരവില്ലാത്ത ഉപദേഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിലും രഹസ്യവിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലും ഉന്നത ഉദ്യോഗസ്ഥർക്കും വലിയ ആശങ്കയുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ താൽപര്യപ്രകാരമാണ് ഹേമചന്ദ്രന് പോലീസ് ഉപദേഷ്ടാവായി ചുമതല നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ യോജിപ്പില്ല. മുഖ്യമന്ത്രിയുടെ എതിർപ്പ് കാരണമാണ് ഉത്തരവ് വൈകുന്നതെന്നാണ് സൂചന. താൻ നിർദ്ദേശിച്ച നിയമനത്തിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനത്തിലും വൈകുന്ന തീരുമാനങ്ങളിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിലാണ്. മന്ത്രിസഭയിലെ പ്രമുഖരായ നേതാക്കൾക്കിടയിലെ ഭിന്നത ആഭ്യന്തര വകുപ്പിന്റെ താളം തെറ്റിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാകുന്നു. ഉത്തരവ് നീളുന്നത് പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മുൻനിര ഉദ്യോഗസ്ഥരുടെയും പോലീസ് മേധാവിയുടെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നതായാണ് ആക്ഷേപം. നിയമപരമായ ഉത്തരവില്ലാതെ ഉപദേഷ്ടാവ് എന്ന നിലയിൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് അന്വേഷണങ്ങളിലെ രഹസ്യാത്മകതയെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നു. അന്വേഷണ വിവരങ്ങളും രഹസ്യരേഖകളും ചോരാൻ പാടില്ലെന്ന സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശങ്ങളും നിലവിലുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് പോലീസ് തലപ്പത്തുള്ളവർ. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.